ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പിയാണ്. മുള്ളുമുറുക്കാണ് കേട്ടോളൂ. അപ്പോൾ ബട്ടർ മുള്ളുമുറുക്കിൻ്റെ റെസിപ്പി ഒരു ക്രിസ്പിനെസ് കേൾപ്പിച്ച് തരാം. പോലെയുള്ള ക്രിസ്പായിട്ടുള്ള ബട്ടർ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചീഞ്ചട്ടി എടുക്കുക, എന്നിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇടുക, 1/2 കപ്പ് കടലമാവ് ഇടുക. അരിപ്പൊടി എന്ന് പറയുന്ന സമയത്ത് ഇടിയാപ്പ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക, കൈവിടാതെ ഇളക്കണം. അപ്പോൾ എത്രത്തോളം പരുവത്തിൽ ഇളക്കണം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ മാവ് വീഴണത്. ഇനി അതിനെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക. ചൂടോടെ കൂടെ തന്നെ ഉപ്പിടുക, ലേശം കറുത്ത എള്ളിടുന്നുണ്ട്, അതേമാതിരി തന്നെ ജീരകം ഇടുന്നുണ്ട്. ഇവിടെ ബട്ടർ മുറുക്കിൽ ഇത് രണ്ടും മാത്രമേ ഇടുള്ളൂ. നമ്മൾ കരുവേപ്പിലയോ അല്ലെങ്കിൽ ഇഞ്ചിയോ പച്ചമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒന്നും ഇടില്ല കേട്ടോളൂ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഡ്രൈ മിക്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 4-5 സ്പൂണ്, വലിയ സ്പൂണിന് 4-5 സ്പൂണ് ഉരുക്കിയ ബട്ടറാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ. എന്നിട്ട് നല്ല പോലെ ആ ഉരുക്കിയ ബട്ടറിനെ ഇതിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ ആ മാവ് നന്നായിട്ട് ആ ബട്ടറിൻ്റെ ആ മണം അതിലുണ്ടാവും. ഇനി ലേശം നോക്കൂ, ലേശം അങ്ങനെ കൊട്ടന്ന് കൊണ്ട് ഒഴിക്കരുത്, തെളിക്കാനും കൂടി പാടില്ല. കുറച്ചായിട്ടുള്ള രീതിയിൽ നമ്മൾ മാവ് കുഴച്ചെടുക്കുക. ഓക്കെ, നല്ല കട്ടിക്ക് മാവ് കുഴച്ചെടുക്കുക. സ്റ്റാർ ഷേപ്പിലുള്ള അച്ചിനെ ഞാനിതാ ഇടിയാപ്പത്തിൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് മാവ് ഇതുപോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഓക്കെ, കുറച്ച് വെള്ളത്തിൽ കുഴച്ചിട്ട് ഇതുപോലെ ആക്കുക. എന്നിട്ട് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മുടെ അച്ചിലിടുക. കുറച്ച് ഇട്ടാൽ മതി. നമ്മൾ എന്താണ് പറയുക, ഒരുപാട് കൊണ്ട് ഇടണ്ട. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ആ അച്ചിനെ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. എല്ലാവിടെയും നെയ്യോ എണ്ണയോ തേക്കണം കേട്ടോളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കോരിയില്ലേ, ആ കോരിയുടെ ബാക്ക് സൈഡിലാണ് മുറുക്ക് എപ്പോഴും പിഴിയുക. അങ്ങനെ പിഴിയണ സമയത്ത് ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറച്ച് ദൂരത്തേക്കായിട്ട് നിങ്ങൾ പിഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണക്ക് വെച്ചിട്ട് നിങ്ങൾ മാവ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാവ് വിളിച്ച വഴിക്ക് വരും. ഓക്കെ, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ മാവ് വിളിച്ച വഴിക്ക് വരും. ഇനി ഈ കോരിനെ അങ്ങനെ കൊണ്ടുപോയിട്ട് എണ്ണയിൽ കമത്തിയിട്ടോളൂ. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, കോരി ഉള്ളിൽ മുങ്ങിയാലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ വെച്ചിട്ടുണ്ട്, എണ്ണയിൽ നല്ലപോലെ ഒന്ന് ഇടുക. ഇനി അടുത്തത് നമുക്ക് പിഴിയാം. ഒരുപാട് കൂട്ടം കൂടി ഇടണ്ട, 2-3 മാത്രം നിങ്ങളുടെ ചീഞ്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഇത് അടുത്തത് ഞാൻ പിഴിഞ്ഞ് വെക്കുകയാണ്. സോ ദാറ്റ് ഇതൊന്ന് മുകളിലേക്ക് പൊന്തി വരുമ്പോഴേക്കും അടുത്തത് ഇടാൻ റെഡി ആയിരിക്കും. ഇങ്ങനെ ഈ 2 വീതമാണ് ഞാൻ എൻ്റെ ചീഞ്ചട്ടിയിൽ ഇടാറുള്ളത്. ബിക്കോസ് എൻ്റെ ചീഞ്ചട്ടിയിൽ 3 ഇടാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും അതിനുള്ള ആ ഒരു അങ്ങട് ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ്. അല്ല, സൂപ്പർ മണത്തോട് കൂടിയിട്ട് അടിപൊളിയായിട്ടുള്ള ബട്ടർ മുറുക്കാണ് റെഡി ആയിരിക്കുന്നത്. ഈ ഒരു കളറേ ഉണ്ടാവുള്ളൂ, ബിക്കോസ് നമ്മൾ മുളക് പൊടിയൊന്നും ഉപയോഗിക്കാത്തതല്ലേ. അപ്പോൾ സൂപ്പർ ആയിരിക്കും. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ബട്ടർ മുറുക്ക് റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ക്രിസ്പോട് കൂടിയിട്ട് വരൂ, നമുക്ക് നമ്മുടെ മുറുക്ക് കഴിക്കാം.